ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് മേടമാസം 4-ാം തീയതി, അതായത് 2017 ഏപ്രിൽ മാസം 17-ാം തീയതി. ഇന്ന് തിങ്കളാഴ്ചയാണ്. നക്ഷത്രം 35 നാഴിക മൂലവും ബാക്കി പൂരാടവുമാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. നമുക്കൊക്കെ വളരെ അധികം ജ്യോതിഷ ശാസ്ത്രത്തെക്കുറിച്ച് ഒരുപാട് അറിവുകൾ പകർന്നു തരികയും അതുപോലെ തന്നെ ഒട്ടനവധി പേർക്ക് പ്രശ്ന പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്തുകൊണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വെളിച്ചം കൊണ്ടുവന്ന നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയെ നമുക്ക് വളരെ സ്നേഹാദരങ്ങളോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ശ്രീമതി ഉമാദേവി അയച്ചിരിക്കുന്നതാണ്. ശർമാജി, ഞാൻ ഈ കത്തെഴുതുന്നത് കോയമ്പത്തൂരിലുള്ള മധുക്കരയിൽ നിന്നാണ്. എൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടിയാണ്. മകളുടെ മകൾ, അവൾ ചെന്നൈയിലാണ്. നക്ഷത്രം മകം. അവൾ ജനിച്ചത് കോയമ്പത്തൂരിലാണ്, പഠിച്ചതെല്ലാം ചെന്നൈയിൽ. ശർമാജി, അവൾ BE ECE പഠിച്ച് നല്ല ജോലിയുമുണ്ട്. അവളുടെ കല്യാണക്കാര്യം അറിയുവാനാണ് എഴുതുന്നത്. അവൾക്ക് പല ആലോചനകളും വരുന്നുണ്ടെങ്കിലും ഒന്നും ശരിയാകുന്നില്ല. ഞങ്ങൾ മാരാർ സമുദായക്കാരാണ്. അവൾക്ക് എന്നാണ് കല്യാണം നടക്കുകയെന്നും കേരളത്തിലോ വെളിയിലോ ഏത് സ്ഥലത്ത് നിന്നാണ് ആലോചന വരികയെന്നും നോക്കി പറയണം. ഗ്രഹനില താഴെ ചേർക്കുന്നു എന്ന് ഉമാദേവി. ലഗ്നത്തിൽ ശനിയും ഗുളികനും, 4-ാം ഭാവത്തിൽ ധൂമകേതുവായ ഖേതു, 7-ാം ഭാവത്തിൽ ക്ഷീണചന്ദ്രൻ, 10-ാം ഭാവത്തിൽ ക്രൂരഗ്രഹമായ ചൊവ്വ, സർപ്പം. ഒരു ഗ്രഹനിലയിൽ ലഗ്നം, 4-ാം ഭാവം, 7-ാം ഭാവം, 10-ാം ഭാവം, അതിനെ 4, 7, 10 കേന്ദ്രം എന്ന് പറയും. ഒരു മനുഷ്യൻ ഭൂമിയിൽ പിറന്നു കഴിഞ്ഞാൽ അവർക്ക് പറയുന്ന ആ യോഗങ്ങൾ, ആയുരാരോഗ്യവിത്തം, ഐശ്വര്യം ഇത്യാദി കാര്യങ്ങൾക്കെല്ലാം ഒരു വോൾട്ടേജ് മങ്ങും എന്നാണ് ലഗ്നം 4, 7, 10 എന്നീ കേന്ദ്രസ്ഥാനങ്ങളിൽ പാപഗ്രഹങ്ങൾ നിന്നാൽ ഉള്ള ഫലം. മോളുടെ ജാതകത്തിൽ ലഗ്നത്തിൽ ശനിയും ശനിയുടെ മകനായ ഗുളികനും, 4-ാം ഭാവത്തിൽ ശിരസറ്റഗ്രഹമായ ഖേതുവും, 7-ാം ഭാവത്തിൽ ക്ഷീണിതനായ ചന്ദ്രനും ദുർബലനായ ചന്ദ്രനും, 10-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങളായ ചൊവ്വയും സർപ്പവും നിൽക്കുന്നത് കൊണ്ട് വിവാഹത്തിന് കാലതാമസങ്ങൾ വരും. കൂടാതെ തന്നെ വിവാഹകാരകൻ എന്ന് പറയുന്ന ശുക്രൻ പ്രവജ്ഞായോഗകാരകനായിട്ട് നിൽക്കുകയും അതുപോലെ തന്നെ മൗഢ്യതയിൽ നിൽക്കുകയും ചെയ്യുന്നതിനാൽ, ഇപ്പോൾ പറഞ്ഞല്ലോ മാരാർ സമുദായമാണ് എന്ന് പറഞ്ഞല്ലോ, വളരെ ന്യൂനപക്ഷമാണ് മാരാർ സമുദായം. പിന്നെ കുറുപ്പന്മാർ, പണിക്കർമാർ, അതിൽ തന്നെ ഉപജാതികൾ, ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് മകളുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ സൗന്ദര്യം, നിങ്ങളുടെ സാംസ്കാരിക ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് ഒന്ന് വളരെയധികം ന്യൂനപക്ഷം, അതായത് ഒത്തിരി ആൺകുട്ടികളെ കിട്ടാൻ ഇതിനകത്ത് ഇല്ല. മൂന്നാമത് വന്നിരിക്കുന്നു ജാതകവും കൂടെ ഇതുപോലെ ഒത്തുകിട്ടണം. ലഗ്നം 4, 7, 10 പാപഗ്രഹങ്ങൾ നിൽക്കുന്ന പോലെയുള്ള പാപയോഗമുള്ള പയ്യൻ വേണം. ഇതെല്ലാം കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് ശരാശരി ഉണ്ട്. എങ്കിലും 2018 ആഗസ്റ്റിനകത്തായിട്ട് ഒരു പ്രധാന ചാൻസ്, അതായത് ഈ മാസം മുതൽ 2017 മാർച്ച് ഏപ്രിൽ മാസം മുതൽ, അല്ലെങ്കിൽ മാർച്ച് മാസം മുതൽ 2018 മാർച്ചിനുള്ളിലായി ഒരു 70% പവർഫുള്ളായിട്ട് ഒരു ആലോചനകൾ വരാൻ സാധ്യതയുണ്ട്. എന്താണ് 70% എന്ന് പറഞ്ഞാൽ? നാളെ മുഴുവൻ ചേരാതെ വരികയോ, അല്ലെ മാരാർ സമുദായത്തിൽ നിന്ന് ഏതെങ്കിലും നായർ സമുദായമോ, കൈമൾ, മേനോൻ, ഇങ്ങനെയൊക്കെയുള്ള NSS വിഭാഗത്തിൽ പെടുത്താവുന്ന അല്ലെ ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും സമുദായങ്ങളിൽ നിന്ന് വരാനോ, അല്ലെ അല്പം കൂടെയൊക്കെ താഴോട്ട് ഏതെങ്കിലും സമുദായ പരമ്പരകളിൽ നിന്ന് വരാനോ. ഇപ്പോൾ ഒരു സമുദായവും താഴെയും മേളിലും അല്ലാത്തൊരു നിലയിലാണ് എല്ലാവരും അവകാശപ്പെടുന്നത്. എങ്ങനെയാട്ടെ, അവനവന് പറ്റുന്ന രീതികളിൽ ഏതെങ്കിലും ഒരു 70% ഇതുമായി ബന്ധപ്പെട്ട് വരാനുള്ള സാധ്യതയുണ്ട്. വന്നാൽ അന്നേരം അങ്ങ് നടത്തുകയാണ് നല്ലത്. കാരണം വളരെയധികം തടസ്സമുള്ളൊരു ഗ്രഹനിലയാണ് കാണുന്നത്. എന്നാൽ തൊഴിൽപരമായി വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരുന്നതല്ല. 2 പാപഗ്രഹങ്ങൾ നിന്നാലും ആ തൊഴിലിനനുസൃതമായ ഒരു പയ്യനെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഇതിനാൽ മകളുടെ പേരും നക്ഷത്രവും ചേർത്ത്
ഒരു 11 ദിവസം സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ചൊല്ലിത്തരുന്ന ആ വേദമന്ത്രോച്ചാരണങ്ങളെ കൊണ്ട് സ്വയംവര പത്മമിട്ട് സ്വയംവര മൂർത്തിയെ ധ്യാനിച്ച് ജലഗന്ധ പുഷ്പധൂപതി വജരാന്തം പൂജിച്ച് അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം അഗ്നിപൂർവേഭിഋഷിഭിരേഭ്യോ നൂതനേരുത സദേവേഹ വക്ഷതി അഗ്നിനാരൈമസ്നവൽ പോഷമേവ ദിവേ ദിവേ യശസം വീരവർദ്ധമം അഗ്നേയം യജ്ഞമധ്വരം വിശ്വത പരിഭൂരസി അസി സാ ഈ ദേവേഷു ഗച്ഛതി അഗ്നിഹോതാ കവിഖതു സത്യശ്ചിത്രസ്രവസ്തമ ദേവോ ദേവേഭി ആഗമൽ യഥഗദാശിഷേ ത്വമഗ്നേ ഭദ്രം കരിഷ്യസി തവേത്തൽ സത്യമങ്കുര ഉപത്വാഗ്നേ ദിവേ ദിവേ ദോഷാവഷ്ണർ ധിയാ വയം നമോഭരം ദയേമസി രാജം ത്വമധ്വരാണാം ഗോപാമൃതസ്യ ദീദിവിം വർദ്ധമാനം ശ്വേതമേസനപ്പിദേവ സൂര്യവ്യഗ്നേ സോപായനോ ഭവ സജസ്വാന സ്വസ്തയേ പ്രകാരം തുടങ്ങുന്ന ഋഗ്വേദ മന്ത്രങ്ങളെ കൊണ്ട് ജലഗന്ധ പുഷ്പധൂതി ഭജനാന്തം സ്വയംവരമൂർത്തിയെ പൂജിച്ച് സ്വയംവര യന്ത്രം ധരിക്കുക. ഈ മാർച്ച് മാസം മുതൽ ഒരു വർഷത്തിനകവും അല്ലെങ്കിൽ 2019 കണിശമായിട്ടും വിവാഹം നടന്നിരിക്കും. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ സർ ഡോക്ടർ പുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കുക.